ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ലൊരു കാടമുട്ട മസാലയുടെ റെസിപ്പി നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കാടമുട്ട മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ. മുളക് പൊടി എടുക്കുമ്പോൾ കാശ്മീരി മുളക് പൊടിയും എടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു കാടമുട്ട ഒക്കെ നല്ല ഒരു കളറായിരിക്കും, അതുപോലെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ടാണ്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന കാടമുട്ട കണ്ടിട്ടില്ല, അപ്പോൾ അതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിനെ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതാ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളി ഗരം മസാല ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പൊടികളൊക്കെ ഇട്ടെടുക്കുമ്പോൾ നമുക്ക് ഗ്യാസ്, അതായത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വരാൻ ആക്കി എടുക്കാനായിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളി കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഈ ഒരു പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നോക്കണം. അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ, അതായത് പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പുഴുങ്ങിയെടുത്ത കാടമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാടമുട്ടയ്ക്ക് പകരം കോഴിമുട്ടയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കാടമുട്ട ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കാടമുട്ടയിലേക്ക് ഒരു മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വല്യുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത വല്യുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു വല്യുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ചെറുതാണ്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. പിന്നെ നാരങ്ങാ നീരും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കാടമുട്ട മസാല ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മഴയത്തൊക്കെ നല്ല കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് കോഴിമുട്ടയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്